ചിക്മംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ മത്തികുട് എലിഫന്റ് ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദമ്പതികളായ 4 സീനിയർ സിറ്റിസൺസാണ് എൻ്റെ സഹയാത്രികർ. ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലെന്ന് 4 പേരും ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ചിക്മംഗ്ലൂരിനടുത്താണ് മുലയനഗിരിയും ദേവരമനയും അടക്കമുള്ള കാഴ്ചകൾ. കുന്നുകൾ കയറി വേണം ഈ പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ. നല്ല കായികക്ഷമത ആവശ്യമാണ്. ശരീരം അനുവദിക്കാത്തതിനാൽ ഇത്തരം സാഹസത്തിന് ആരും ഒരുക്കമല്ല. കാറിലിരുന്ന് കാണാൻ പറ്റുന്നത് മാത്രം കണ്ടാൽ മതിയെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഗോണിക്കൊപ്പ മൈസൂർ റോഡിലാണ് മത്തികുട് എലിഫന്റ് ക്യാമ്പ്. ഇവിടെ 17 ആനകളാണുള്ളത്. 4 വയസ്സുകാരി ഭുവനേശ്വരി മുതൽ 58കാരൻ അഭിമന്യു വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഹാസൻ ഡിവിഷൻ, കുശാൽ നഗര റേഞ്ചിലെ മീനുകൊല്ലി, ചിക്മംഗ്ലൂരിലെ മുടികര റേഞ്ച് എന്നിങ്ങനെ പശ്ചിമഘട്ടത്തിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും പിടികൂടിയവയാണ് മിക്ക ആനകളും. മൈസൂർ മൃഗശാലയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വന്ന ഒരു ആനയും കൂട്ടത്തിലുണ്ട്. 19കാരൻ അഭിമന്യു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് സന്ദർശകർക്ക് ശാസ്ത്രീയമായ അറിവ് നൽകുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഇവിടം വികസിപ്പിക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. കേരളത്തിൽ വന്യജീവി ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ മനുഷ്യജീവിതം അസാധ്യമാക്കുന്ന തരത്തിൽ ഒരു ഭയത്തിൻ്റെ ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാമല്ലോ. പണ്ട് മൃഗങ്ങളെ വേട്ടയാടുന്നത് ധീരതയുടെ കൂടി പ്രതീകമായൊരു വിനോദമായിരുന്നു. ബ്രിട്ടീഷ് പ്രഭുക്കന്മാർക്കും മറ്റുന്നതന്മാർക്കും വേണ്ടി മൈസൂർ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ മൃഗവേട്ട ഒരുക്കിയിരുന്നു. കെദ സംവിധാനത്തിലൂടെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരിൽ കാട്ടാനകളെ പിടികൂടിയിരുന്നു. നാട്ടാനകളുടെ സഹായത്തോടെ വിദഗ്ധരായ പാപ്പാന്മാർ ഒരു കൂട്ടം ആനകളെ ഒരു കെണിയിലേക്ക് നയിക്കുന്നതാണ് കെദ സംവിധാനം. മൈസൂർ സംസ്ഥാനത്ത് 1873 ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു പ്രകൃതി സ്നേഹി കൂടിയായ GP സാൻഡേഴ്സൺ. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി കെദ സംവിധാനത്തിലൂടെ കാട്ടാനകളെ പിടികൂടിയതിന് നേതൃത്വം നൽകിയത്. 13 Years Among the Wild Beasts of India എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയാണ് ഇദ്ദേഹം. കെദ സംവിധാനത്തിലൂടെ കാട്ടാനകളെ പിടികൂടി മെരുക്കുന്ന വിധവും കൂടാതെ വിവിധയിനം വന്യജീവികളുടെ സ്വഭാവ സവിശേഷതകളുമാണ് ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത്. 1889 ആൽബർട്ട് വിക്ടർ രാജകുമാരൻ, ക്ലാരൻസ് ആൻഡ് അവോണ്ടേൽ ഡ്യൂക്ക് എന്നിവർ മൈസൂർ സംസ്ഥാനം സന്ദർശിച്ചപ്പോഴുള്ള ചിത്രമാണിത്. അതിഥികൾക്ക് മുന്നിൽ കെദ സംവിധാനത്തിലൂടെ കാട്ടാനകളെ പിടികൂടുന്നത് പ്രദർശിപ്പിക്കുകയാണ്. മൈസൂർ മഹാരാജാവ് ചോമരാജ വോഡിയാർ, പത്താമൻ, ബ്രിട്ടീഷ് രാജകുമാരൻ ആൽബർട്ട് വിക്ടർ എന്നിവരും GP സാൻഡേഴ്സണും ചിത്രത്തിലുണ്ട്. അരേക്കരി ഫോറസ്റ്റ് റേഞ്ചിലാണ് മത്തികുട് എലിഫന്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആനകൾക്ക് പ്രത്യേക പരിശീലനവും പരിപാലനവും ചികിത്സയും നൽകി വരുന്നു. ചുറ്റിനും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നടന്ന് ആനകൾ അടുത്തുനിന്ന് കാണാം. മഴ പിടിച്ചു തുടങ്ങിയതിനാൽ തെഴുത്തു വരുന്ന പച്ചപ്പുല്ലുകൾ ഒരുക്കുന്ന കാഴ്ച മനോഹരമാണ്. ആനപ്രേമികൾക്ക് ഇവിടം വിട്ടു പോകാനേ തോന്നുകയില്ല. വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ആദിപുരാതന കാലത്തോളം തന്നെ പഴക്കമുണ്ട്. മനുഷ്യവാസ പ്രദേശങ്ങളുടെ വിസ്തൃതി വർദ്ധിച്ചതോടെ വന്യമൃഗങ്ങളുമായുള്ള സംഘർഷവും വർദ്ധിച്ചു. ഇത്തരത്തിലുള്ള സംഘർഷം ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടെ മനുഷ്യവാസ കേന്ദ്രങ്ങളും വന്യജീവി ആവാസ വ്യവസ്ഥകളും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ധാരണ വളർത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഇവിടം ഒരുക്കുവാൻ കർണാടക സർക്കാർ ഉദ്ദേശിക്കുകയാണ്. ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ 1 കോടിയോളം രൂപ അവരിവിടെ മുടക്കിക്കഴിഞ്ഞു. മുൻകാലങ്ങളിൽ രാജാക്കന്മാരും സമൂഹത്തിലെ പ്രമാണിമാരും സ്വന്തം ധീരതയും ശൗര്യവും പ്രകടിപ്പിക്കുവാൻ കൂടിയായിരുന്നു മൃഗവേട്ടകൾ ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരങ്ങളിലും പ്രമാണിമാരുടെ ഗൃഹങ്ങളിലും ആനക്കൊമ്പ്, പുലിത്തോല്, മാൻ, പുലി, കടുവ, കാട്ടുപോത്ത് എന്നിങ്ങനെ മൃഗാവശിഷ്ടങ്ങൾ അലങ്കാര വസ്തുക്കളായി മാറി. ഇത് 134 വർഷങ്ങൾക്ക് മുമ്പ് 1890 ആൽബർട്ട് രാജകുമാരൻ മൈസൂർ സന്ദർശിച്ചപ്പോൾ എടുത്ത ചിത്രമാണ്. കാളവണ്ടിയിൽ ഏറ്റവും പുറകിലിരിക്കുന്നത് GP സാൻഡേഴ്സണാണ്. കൃഷി നശിപ്പിക്കുന്ന കാട്ടാനകളെ പിടികൂടി മെരുക്കുന്നതിനായി ഇന്ത്യയിൽ കെദ സംവിധാനം പരിചയപ്പെടുത്തുകയും പിടികൂടിയ ആനകളെ മെരുക്കുന്നതിലും വിദഗ്ധനായിരുന്ന സാൻഡേഴ്സന്റെ സേവനങ്ങളെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അംഗീകരിച്ചതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ചിത്രം. എന്നാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 പ്രകാരം 1973 മുതൽ വന്യമൃഗങ്ങൾക്ക് നേരെയുള്ള എല്ലാവിധ വേട്ടകളും അക്രമങ്ങളും സർക്കാർ നിയമം മൂലം നിരോധിച്ചു. പക്ഷേ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥകളിൽ കടന്നുകയറി വിളകൾക്കും ജീവന് തന്നെയും ഭീഷണിയാകുന്ന അവസരങ്ങളിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ വനം വകുപ്പിന് സർക്കാർ നിയമം മൂലം അനുമതി നൽകിയിട്ടുണ്ട്. കർണാടകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മുലയനഗിരി. ഈ കൊടുമുടിയുടെ താഴ്വാരത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ചിക്മംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത്. സുഖകരമായ ഹിൽ സ്റ്റേഷൻ കാലാവസ്ഥയും
ഉഷ്ണമേഖല മഴക്കാടുകളുടെയും വിസ്തൃതമായ കാപ്പിത്തോട്ടങ്ങളുടെയും കാഴ്ചകളാണ് ചിക്മംഗ്ലൂരിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത്. സക്രെ പട്ടണത്തിൻ്റെ തലവനായിരുന്നു രുക്മാംഗത. അദ്ദേഹത്തിന് 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ വിവാഹവേളയിൽ സ്ത്രീധനമായി നൽകിയ പ്രദേശങ്ങൾ യഥാക്രമം ഹിരേമംഗ്ലൂർ എന്നും ചിക്മംഗ്ലൂർ എന്നും അറിയപ്പെട്ടു. ഇളയ മകളുടെ നാട് എന്നാണ് ചിക്മംഗ്ലൂർ എന്നതിനർത്ഥം. പ്രമുഖ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടുകളായ മുലൈനഗിരി, ബാബാ ബുദൻഗിരി എന്നീ സ്ഥലങ്ങൾ ചിക്മംഗ്ലൂർ പട്ടണത്തിൽ നിന്നും അധികം അകലെയല്ല. പുതുമഴ കിട്ടിയ ശേഷം ഹരിതാപമാകുന്ന കുന്നുകളും ഇവിടെ നിന്ന് കാണാവുന്ന താഴ്വാരങ്ങളും ചേർന്നുള്ള ദൃശ്യവിസ്മയം കണ്ണുകൾക്കും മനസ്സിനും ആഹ്ലാദമൊരുക്കുന്നു. ഇപ്പോൾ ഓഫ് സീസണാണ്. പക്ഷെ മഴയുണ്ടായിരുന്നെങ്കിൽ താഴ്വാരങ്ങൾ താണ്ടി കുന്നിൻ മുകളിലേക്കുള്ള യാത്ര ദുഷ്കരമാകുമായിരുന്നു. കർണാടകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മുലൈനഗിരിക്ക് ചിക്മംഗ്ലൂർ താലൂക്ക് ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിലെ ചന്ദ്രദ്രോണ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയരം 6316 അടി. മഞ്ഞിൽ പൊതിഞ്ഞു നിന്നിരുന്ന ഇവിടുത്തെ ഒരു കുന്നിൻ ചെരുവിൽ 370 വർഷങ്ങൾക്ക് മുമ്പ് ബാബാ ബുദൻ എന്നൊരു സൂഫി സന്യാസി വര്യൻ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ജീവിച്ചിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അദ്ദേഹത്തെ ആരാധനയോടാണ് കണ്ടിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കുന്നിൻ പ്രദേശം ബാബാ ബുദൻഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാബാ ബുദൻ സൂഫി അസീസ് മാക്കിയുടെ പിന്തുടർച്ചക്കാരനായാണ് ഇവിടെ എത്തിയതെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. വിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരമായ ദത്താത്രേയയുടെ ഭാഗമാണെന്ന് ഹിന്ദുക്കൾ കരുതുന്നു. ബാബാ ബുദൻഗിരി പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായ ചില തർക്കങ്ങൾ കോടതിയുടെ പരിഗണനയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. കൂടുതൽ കാലുഷ്യങ്ങളിലേക്ക് പോകാതെ തർക്കങ്ങൾ രമ്യതയിൽ തന്നെ പരിഹരിക്കാൻ കഴിയട്ടെ. കുന്നിൻ മുകളിൽ കഴിയവേ ബാബാ ബുദനും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒരിറ്റും ദാഹജലം പോലും ലഭിക്കാതെ വലയുകയുണ്ടായി. അവർ തങ്ങളെ രക്ഷിക്കുവാൻ സർവശക്തനോട് പ്രാർത്ഥിച്ചു. ഇതേ തുടർന്ന് മലമുകളിൽ എവിടെയോ നിന്നൊരു നീരുറവ ഒഴുകുവാൻ ആരംഭിച്ചു. ഇതത്രേ മാണിക്യധാര എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് എന്നാണ് വിശ്വാസം. മാണിക്യധാരയിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓഫ് റോഡാണ്. ജീപ്പിൽ പോയി സ്റ്റെപ്പുകൾ കുറേ ഇറങ്ങാനുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ കാറിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു. ബാബാ ബുദൻ എന്ന സൂഫി സന്യാസിയുടെ ജീവിതം ചിക്മംഗ്ലൂർ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ വേർതിരിക്കാനാവാത്ത വിധം ഒരു മിത്തുപോലെ ഇഴുകിച്ചേർന്നിരിക്കുന്നു. 1670 ബാബ മക്കയിലേക്ക് തീർത്ഥാടനം നടത്തി. ആ യാത്രയിലാണ് ആദ്യമായി കാപ്പി രുചിക്കുവാൻ ഇടയായത്. ആ പാനീയത്തിൻ്റെ രുചി അദ്ദേഹത്തെ ആകർഷിച്ചു. പക്ഷെ അവിടുത്തെ നിയമപ്രകാരം കാപ്പിക്കുരു മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പിടിക്കപ്പെട്ടാൽ ശിക്ഷ ഉറപ്പാണ്. പക്ഷെ കാപ്പിയുടെ രുചി തൻ്റെ നാടിനെയും പരിചയപ്പെടുത്തുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. തൻ്റെ സമൃദ്ധമായ താടിരോമങ്ങൾക്കുള്ളിൽ കാപ്പിക്കുരു ഒളിപ്പിച്ച് യമൻ തുറമുഖമായ മോച്ച വഴി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. ഇസ്ലാമിൽ 7 എന്ന സംഖ്യ പവിത്രമായി കാണുന്നതിനാൽ 7 കാപ്പിക്കുരുക്കളാണത്രേ ഇപ്രകാരം ബാബ കൊണ്ടുവന്നത്. ആ കാപ്പിക്കുരുക്കളിൽ നിന്നാണത്രേ ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങളുടെ ഉത്ഭവം. പ്രതിവർഷം 80,000 ടണ്ണിലധികം വരെ ചിക്മംഗ്ലൂരിൽ മാത്രം കാപ്പി ഉൽപ്പാദനം ഉണ്ടായിട്ടുണ്ട്. ചിക്മംഗ്ലൂർ പട്ടണത്തിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്വകാര്യ സ്ഥാപനമാണ് സിരി കഫേ. ഇതുവഴി കടന്നുപോകുന്നവരുടെ ശ്രദ്ധയാകർഷിക്കുന്നത് ശയിക്കുന്ന നീലസുന്ദരിയുടെ പ്രതിമയാണ്. ഇവിടെ സന്ദർശകർക്ക് വിവിധ ബ്രാൻഡുകളുള്ള കോഫി ലഭ്യമാണ്. പ്രതിമയുടെ പരിസരങ്ങൾ അലങ്കാര ചെടികൾ കൊണ്ട് മനോഹരമാക്കിയത് സന്ദർശകരെ ആകർഷിക്കുന്നു. ചിക്മംഗ്ലൂരിൻ്റെ ലാൻഡ് ഓഫ് കോഫി എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ട് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന നിലയിലാണ് സിരി കഫേ കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള ചിക്മംഗ്ലൂരിലെ തോട്ടങ്ങളിൽ നിന്നും അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള കോഫിയാണ് പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ചിക്മംഗ്ലൂരിലെ കോഫി തനതായ രുചിയും സുഗന്ധവും കൊണ്ട് ലോകവിപണിയിൽ വേറിട്ട് നിൽക്കുന്നു. ഭൂമിയുടെ പ്രത്യേകതയും കാപ്പിക്കുരു പറിച്ചുണക്കുന്നതിലെ നിഷ്കർഷയുമാണ് ചിക്മംഗ്ലൂർ കോഫിയെ വ്യത്യസ്തമാക്കുന്നത്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള സ്ഥലവും സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ഇടവും ഒരു ചെറിയ സ്പേസിനുള്ളിൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. കോഫി ചെറിക്കുള്ളിൽ 5 മുതൽ 10% വരെ മാത്രം സംഭവിക്കുന്ന മ്യൂട്ടേഷനോടുകൂടിയ ബീൻസിൽ നിന്നുണ്ടാക്കുന്ന പീബെറി, കൊളംബിയ, എത്യോപ്യ, ഗ്വാട്ടിമല എന്നിവിടങ്ങളിൽ നിന്നുള്ള ബീൻസിൽ നിന്നും ഫ്ലേവർ നിർമ്മിക്കുന്ന നിർവാണ ഫിൽട്ടർ കോഫി എന്നിവ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. അറബിക്ക, റോബസ്റ്റ എന്നിവയുടെ മിശ്രിതമാണ് ഗോൾഡൻ ബ്ലെൻഡ്. റിച്ച് ബ്ലെൻഡ്, സ്ട്രോങ് ബ്ലെൻഡ് എന്നീ ഇനങ്ങളും കാണാം. കോഫിക്ക് പുറമെ ഇവിടെ വിവിധ ഇനങ്ങളുള്ള ചായപ്പൊടികളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഹോട്ട് ചോക്ലേറ്റ് കോഫി, കോൾഡ് കോഫി, കാർമൽ കോൾഡ് കോഫി, ഹസൽനട്ട് കോൾഡ് കോഫി എന്നിവയടക്കം നിരവധി ഇനങ്ങൾ ലഭ്യമാണ്. വിവിധ ഇനം കോഫി ഐസ്ക്രീമുകൾ പുറമെ ഒരു സ്വകാര്യ സ്ഥാപനം ചെറിയൊരു ഏരിയയ്ക്കുള്ളിൽ സമർത്ഥമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബിസിനസ് സ്പോട്ട് ചിക്മംഗ്ലൂരിലെത്തുന്ന സന്ദർശകരെ ആകർഷിക്കുന്നു. ദീർഘയാത്രയ്ക്ക് ശേഷം തെല്ല് വിശ്രമം കഴിഞ്ഞ് ശരീരമൊന്നും നിവർത്തി പുതുമയാർന്ന കോഫി രുചിച്ച് യാത്ര തുടരുന്ന മുഖങ്ങളിലെല്ലാം ആഹ്ലാദത്തിൻ്റെ തെളിച്ചം കാണാനുണ്ട്.
ചിക്മംഗ്ലൂർ ടൗണിൽ തന്നെയുള്ള ഓർക്കിഡ് ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. റൂം നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കണ്ട റേറ്റുകൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ചിക്മംഗ്ലൂരിൽ എത്തിയിട്ട് എവിടെയെങ്കിലും അന്വേഷിക്കാമെന്ന് കരുതി. പക്ഷെ കാറ് നിർത്തി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ച് റേറ്റ് കൂടുതലാണെന്ന് കണ്ട് പിൻവാങ്ങിയ ഹോട്ടലുകളിൽ ഒന്നാണിത്. എങ്കിലും റിസപ്ഷനിൽ പോയി വെറുതെ അന്വേഷിച്ചു. അപ്പോൾ റൂമുകൾ ഒഴിവുണ്ട്. റേറ്റ് ആണെങ്കിൽ ഓൺലൈനിൽ കണ്ടതിനേക്കാൾ 25% വരെ കുറവ്. ഇന്ന് ബുക്ക് ചെയ്തിരുന്നൊരു കൂട്ടർ അപ്രതീക്ഷിതമായി ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതാണ് റേറ്റ് കുറയാൻ കാരണം. നാളെ രാവിലെ 10 മണിക്ക് ഇതിനെ വെക്കേറ്റ് ചെയ്യാമെങ്കിൽ റൂം തരാമെന്ന് പറഞ്ഞു. വൃത്തിയുള്ള ഹോട്ടൽ മുറിയും ഇതിനോട് അറ്റാച്ച് ചെയ്ത വിഷ്ണു ഡെലിക്കസി എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണവും എല്ലാവർക്കും ഇഷ്ടമായി. അടുത്ത ദിവസം സായാഹ്നത്തിലാണ് ചിക്മംഗ്ലൂരിലെ ഏറ്റവും ആകർഷണീയമായ കാഴ്ചയായ ഹീരേ-കൊലാലെ തടാകത്തിന് മുന്നിൽ എത്തിയത്. 220 ഏക്കർ വിസ്തൃതിയുള്ള ഈ തടാകം മനുഷ്യനിർമ്മിതമാണ്. ശരിക്കും ഇപ്പോൾ മഴ തകർത്തു പെയ്യേണ്ട സമയമാണ്. കലണ്ടർ പ്രകാരം ഓഫ് സീസണായിട്ട് കൂടി സന്ദർശകർ നിരവധിയുണ്ട്. തടാകത്തിന് അലങ്കാരമായി പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട മലനിരകൾ നിലകൊള്ളുകയാണ്. ഹീരേ-കൊലാലെ തടാകം 12-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധനൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. സമീപ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളമെന്ന നിലയിലും കാർഷികാവശ്യത്തിനുള്ള ജലസ്രോതസ് എന്ന നിലയിലുമായിരുന്നു നിർമ്മാണം. കാപ്പിത്തോട്ടങ്ങൾ രൂപം കൊള്ളുന്നതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തടാകത്തിൻ്റെ പരിസരങ്ങൾ അക്കാലത്ത് ഗ്രാമങ്ങൾ മാത്രമല്ല നഗരം തന്നെ ഉണ്ടായെന്നിരിക്കാം. ശിലകളിൽ തീർത്ത കലാവിസ്മയങ്ങൾ കൂടിയായ ഹലേബിഡു ബേലൂർ ക്ഷേത്രങ്ങൾ ഹൊയ്സാല കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് സ്ഥിതി ചെയ്യുകയാണ്. തടാകത്തിൻ്റെ ഓരം ചേർന്ന് പോകുന്ന റോഡിലൂടെ നെല്ല് നടന്നു വേണം താഴേക്കിറങ്ങാൻ. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും അകന്ന് വനഭംഗി ആസ്വദിച്ച് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണിവിടം. ഈ പരിസരത്ത് തന്നെ നിരവധി റിസോർട്ടുകളുണ്ട്. വെള്ളിയാഴ്ചകൾ രാത്രിയാവുന്നതോടെ ബാംഗ്ലൂരിൽ നിന്നുള്ള സന്ദർശകരുടെ പ്രവാഹം ആരംഭിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു. റിസോർട്ടുകളുടെ കൂടുതൽ വിവരങ്ങൾ ഗൂഗിളിൽ ലഭ്യമാണ്. ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധനൻ്റെ കാലത്ത് രാജ്യം പടിഞ്ഞാറൻ ചാലൂക്യരുടെയും ചോളന്മാരുടെയും നിരന്തരമായ ആക്രമണ ഭീഷണിയിലായിരുന്നു. യുദ്ധത്തെ തുടർന്ന് രാജ്യത്ത് പലതവണ കൊല്ലകളും അരങ്ങേറി. തൻ്റെ പൂർവികരെക്കാളും അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി രാജ്യത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുക്കുവാൻ വിഷ്ണുവർദ്ധനന് കഴിഞ്ഞു. തലക്കാട് യുദ്ധത്തിൽ അദ്ദേഹം ചോളന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു. ഹൊയ്സാല കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ നിരവധി ശിലാക്ഷേത്രങ്ങളുണ്ട്. രാജാവായ തൻ്റെ ജീവന് തന്നെ ശത്രുക്കൾ ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ വിധവയാക്കുവാൻ താല്പര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ച വിഷ്ണുവർദ്ധനൻ വിവാഹിതനാകാൻ കൂട്ടാക്കിയില്ല. ഇതേപ്പറ്റി ഒരു കഥയുണ്ട്. മകനെ വിവാഹം കഴിപ്പിക്കുവാൻ നിരന്തരമായി ശ്രമിച്ച് പരാജയപ്പെട്ട അമ്മ മഹാറാണി അതീവ ദുഃഖിതയായിരുന്നു. ആ അവസരത്തിലാണ് ആരോ പറഞ്ഞ് രാജ്യത്തിലെ ഒരു സൈന്യാധിപൻ്റെ മകളായ ശാന്തള എന്ന നർത്തകിയായ പെൺകുട്ടിയെപ്പറ്റി അമ്മ മഹാറാണി അറിയുന്നത്. അമ്മ അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അതിസുന്ദരിയായ നർത്തകിയെയും അവളുടെ കുലീനമായ പെരുമാറ്റവും അമ്മ മഹാറാണിയെ ആകർഷിച്ചു. ശാന്തള എന്തുകൊണ്ടും തൻ്റെ മകന് അനുരൂപയായ വധു തന്നെ എന്നമ്മ നിശ്ചയിച്ചു. ശാന്തളയുടെ ഒരു നൃത്തം കൊട്ടാരത്തിൽ നടത്തുവാൻ അമ്മ നിർദ്ദേശിച്ചു. അത് നേരിൽ കാണാൻ മകനും രാജാവുമായ വിഷ്ണുവർദ്ധനനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അമ്മ മഹാറാണി മനസ്സിൽ കരുതിയിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. ശാന്തള എന്ന സുന്ദരി വിഷ്ണുവർദ്ധനൻ്റെ മനസ്സ് കീഴടക്കി. ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന നിശ്ചയത്തിൽ നിന്നും അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടതായി വന്നു. ശാന്തളയുടേത് എന്ന് കരുതുന്ന ശില്പങ്ങൾ ഹൊയ്സാല കാലഘട്ടത്തിലെ പല നിർമ്മിതികളിലും കാണാം. രാജ്ഞിയായി മാറിയ ശാന്തളയുടെ നിർദ്ദേശാനുസരണമാണത്രേ പിൽക്കാലത്ത് കപ്പേ ചിഹ്നികരായ ക്ഷേത്രമടക്കമുള്ള ചില വലിയ നിർമ്മിതികൾ നടന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹീരേ-കൊലാലെ തടാകത്തിൻ്റെ കരയിലുള്ളൊരു ഗ്രാമീണ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. സമീപകാലത്ത് പണി പൂർത്തിയാക്കിയതാണെന്ന് മനസ്സിലാക്കാം. ശിവക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ 2 വശങ്ങളിൽ കാണുന്നത് സംരക്ഷിത വനമാണ്. ഈർപ്പമുള്ള അന്തരീക്ഷം. ഇപ്പോൾ നല്ല സുഖമുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞ് ഇരുട്ട് പരക്കുന്നതോടെ തണുപ്പിൻ്റെ കാഠിന്യം കൂടും. നമ്മൾ പറഞ്ഞു വന്നത് രാജ്ഞിയായി മാറിയ നർത്തകി ശാന്തളയെക്കുറിച്ചായിരുന്നു. ഈ കാലയളവിൽ തൻ്റെ രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് മുന്നിൽ അജയ്യനായി വിഷ്ണുവർദ്ധനൻ നിലകൊണ്ടു. നൃത്തത്തിൽ മാത്രമല്ല, ഗണിതശാസ്ത്രത്തിലും രാജ്യതന്ത്രത്തിലും താൽപ്പര്യമുള്ള ശാന്തളയുടെ സ്വാധീനം ഭരണകാര്യങ്ങളിലും ഉണ്ടായിരുന്നു. സൗഭാഗ്യവതിയെന്ന് ഏവരും വിശേഷിപ്പിച്ച തൻ്റെ വശ്യമനോഹരമായ സൗന്ദര്യം കൊണ്ട് ഒരു തലമുറയുടെ മുഴുവൻ ആരാധനയും അസൂയയും ഏറ്റുവാങ്ങിയ ശാന്തള പക്ഷേ ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും ക്രൂരമായ തമാശ പോലെ തീക്ഷണമായ ദുഃഖത്താലും നിരാശയാലും ഒരു ദുരന്ത നായികയായി മാറി. വിഷ്ണുവർദ്ധനൻ ശാന്തള ദമ്പതിമാർക്ക് മക്കളുണ്ടായില്ല. നിരവധി പ്രാർത്ഥനകളും ചികിത്സകളും നടത്തിയെങ്കിലും എല്ലാം വിഫലമായി. തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ച് പ്രഥമ രാജ്ഞിയായി സ്വീകരിക്കുവാൻ
നിരന്തരമായി ശാന്തള ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ മറ്റെന്തിലും വലുതായി പത്നിയെ സ്നേഹിച്ചിരുന്ന വിഷ്ണുവർദ്ധനൻ അതിന് തയ്യാറായില്ല. താൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മതിയായൊരു പിന്തുടർച്ചാവകാശി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ശാന്തള ശിവഗംഗ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു കുന്നിൻ മുകളിൽ നിന്നും അഗാധമായ കൊക്കയിലേക്ക് എടുത്തു ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. രാജ്ഞി എന്ന നിലയിൽ തൻ്റെ പകിട്ടാർന്ന ജീവിതവും മറ്റ് ഭൗതിക സുഖങ്ങളും ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ അനിശ്ചിതത്വം കലർന്ന ഭാവിക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് ശാന്തള ചിന്തിച്ചിട്ടുണ്ടാവും. ഹൊയ്സാല രാജഭരണത്തിൻ്റെ വിഷ്ണുവർദ്ധനൻ എന്ന പ്രഗത്ഭനായ രാജാവിൻ്റെ നിത്യസ്മാരകം കൂടിയായി ഹിരേക്കൊലാലെ തടാകം സ്ഥിതി ചെയ്യുന്നു. നേരം അസ്തമയത്തിലേക്ക് അടുക്കുകയാണ്. സന്ധ്യ കഴിഞ്ഞ് വരാനിരിക്കുന്ന തണുപ്പിൻ്റെ സൂചന നൽകിക്കൊണ്ട് തണുത്ത കാറ്റ് തടാകത്തെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. പലരും പറഞ്ഞു കേട്ട സായാഹ്നവേളയിലുള്ള തടാക കാഴ്ചയുടെ വശ്യമനോഹാരിത ഇപ്പോൾ അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. തടാകക്കരയിൽ കുറേ സന്ദർശകർ ഉണ്ടായിട്ടുകൂടി പിന്നണിയിൽ തൊട്ടരികിലായി തന്നെ കാടിൻ്റെ വന്യമായ നിഗൂഢതയുമുണ്ട്. ഹൊയ്സാല രാജകൊട്ടാരത്തിൽ സന്ധ്യ മയങ്ങുന്ന വേളയിൽ നെയ്വിളക്കുകളുടെ പശ്ചാത്തലത്തിൽ നൃത്തത്തിൽ സ്വയം മറന്ന് ലയിച്ചിരിക്കുകയാണ് ഒരു രാജസദസ്സ്. പാദങ്ങളുടെ ദ്രുതചലനങ്ങൾക്കൊപ്പമുള്ള ചിലങ്കകളുടെ ശബ്ദം തടാകത്തിനെ ചുറ്റിവരുന്ന തണുത്ത കാറ്റിനോടൊത്ത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും ഒഴുകി വരുന്നതുപോലെ തോന്നുകയാണ്.